കോളേജുകളിൽ നടക്കുന്ന സംഘർഷങ്ങൾ, ഒരു കലോത്സവത്തിന്റെ ബേസിലാണ് ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടായത്. നമ്മുടെ ഒരു പഠന ജീവിതത്തെ അത് ബാധിക്കുന്നില്ല? ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് അത് പോകുമ്പോൾ എത്രത്തോളം നമ്മുടെ കലാലയ ജീവിതത്തെ അത് ബാധിക്കുന്നുണ്ട്? നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, രാഷ്ട്രീയ സംഘടനകൾ ഒരിക്കലും KSU അല്ലെങ്കിൽ മറ്റ് ഈ പരമായിട്ടുള്ള പരിപാടി, നമ്മുടെ ഡിസോൺ കലോത്സവം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് UDSF പ്രവർത്തകരോ KSU പ്രവർത്തകരോ MSF പ്രവർത്തകരോ ആരും ഇത് ഒരു കലാപ ഭൂമിയാക്കി മാറ്റാൻ ഞങ്ങൾ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല, ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികൾക്ക് 8 വർഷമായിട്ട് SFI കുത്തക പോലെ കൊണ്ട് നടന്നിരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭരണം, അത് അവരുടെ ഈ ഗുണ്ടായിസത്തിനും അവരുടെ ഒരു എന്താ പറയുക, ഒരു സ്വേച്ഛാധിപത്യപരമായ ഭരണത്തിനെതിരെ ഉള്ള വികാരം ആഞ്ഞടിച്ചതുകൊണ്ട് മാത്രം 8 വർഷത്തിന് ശേഷം KSUവിന്റെയും MSFന്റെയും കയ്യിൽ ഈ പറഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ തന്നെയാണല്ലോ ഏൽപ്പിച്ചത്. സ്വാഭാവികമായിട്ടും അതിന്റെ ആ പരിപാടി നടത്താനുള്ള എല്ലാവിധ അവകാശവും, അതുപോലെ തന്നെ അത് നടത്തേണ്ടത് ഞങ്ങളുടെ കടമയാണല്ലോ. സ്വാഭാവികമായിട്ടും അവിടെ ഒരു കലാപഭൂമി ആക്കാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്, വേറെ ആരുമല്ല. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ വീട്ടില്, ഉദാഹരണത്തിന് ഞാൻ പറയുന്നത്, നിങ്ങളുടെ വീട്ടിലൊരു കല്യാണം നടക്കുന്നു, നിങ്ങൾ ആരെങ്കിലും ചെന്നിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കൂ? അതേപോലെ തന്നെയല്ലേ ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഒരു പരിപാടി പോലെയാണ് ഞങ്ങൾക്ക് ഈ പരിപാടി. SFI പറയുന്നത് KSU പ്രവർത്തകർ ഗുണ്ടകളെ പോലെ പെരുമാറി എന്നാണ് SFIയുടെ ആരോപണം. ഗുണ്ടകളെ പോലെ പെരുമാറി എന്നുള്ളതല്ല. അവിടെ നിങ്ങൾ ആ വീഡിയോയില് അവതാരം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടു. അവിടെ നാടകം തുടങ്ങുന്നതിന് മുമ്പ്, അവസാനം രാത്രി നടത്തേണ്ട നാടകം തുടങ്ങുന്നതിന് മുമ്പ് സ്റ്റേജിൽ കയറിയിരുന്ന് SFIയുടെ ഒരു കൂട്ടം വരുന്ന ഗുണ്ടകൾ എന്ന് തന്നെ അവരെ പറയണം, ഈ ഗുണ്ടകൾ അവിടെ കയറിയിരുന്ന് ഞങ്ങൾ പരിപാടി നടത്തിക്കില്ല എന്ന് പൂർണ്ണമായിട്ടും പറഞ്ഞ് ശടിച്ച് നിൽക്കുമ്പോൾ പോലും KSUവിന്റെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള MSFന്റെ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഉൾപ്പെടെയുള്ള KSUവിന്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചെന്ന് അവരുടെ കാല് പിടിക്കുന്നത് പോലെ ഞങ്ങൾ പറഞ്ഞു നോക്കി, ദയവായി നിങ്ങൾ ഈ പരിപാടി നടത്താതിരിക്കരുത്. ഞങ്ങൾക്ക് ഈ പരിപാടി വളരെ കഷ്ടപ്പെട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റു എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അനുഭവിച്ചിട്ട് പോലും ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും, വിദ്യാർത്ഥികൾക്ക് വേണ്ടി 8 വർഷത്തിന് ശേഷം അധികാരമേറ്റ ഒരു യൂണിയൻ നടത്തുന്ന ഏറ്റവും നല്ല പരിപാടികളിൽ ഒന്നായിരിക്കണം എന്ന ആഗ്രഹം ഞങ്ങൾക്കുള്ളത് കൊണ്ടുമാണ് എന്ന് നല്ല രീതിയിൽ ഒരുപാട് തവണ ഞങ്ങൾ അവരോട് പറഞ്ഞു നോക്കിയതാണ്. ഇതൊന്നും അവരുടെ ചെവിയിൽ കയറാതെ അവസാനം ഞങ്ങളെ എന്താ പറയാ, നമ്മള് പണ്ടുള്ളവർ പറയുന്ന പോലെ ഇത് എന്തോ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങൾക്ക് അളമുട്ടി അവിടെ ഇരുന്നിരുന്ന വിദ്യാർത്ഥികളെ അടക്കം മർദ്ദിക്കാൻ തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ പ്രതിരോധം KSUവിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതില്ല എന്ന് ഞങ്ങൾ ആരും നിഷേധിക്കുന്നില്ല. അല്ലാതെ പമ്പിന്റെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന KSU വിദ്യാർത്ഥികളുമായി പോയിരുന്ന ആംബുലൻസ് തടഞ്ഞ് അടിച്ചു പൊളിച്ചപ്പോൾ SFIയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞ എന്താ, അത് SFIക്കാരല്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല. എന്തായാലും അവിടെ ഉണ്ടായ സംഘർഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് KSUവിന്റെ ഭാഗത്തു നിന്നോ MSFന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായ സംഘർഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തികച്ചും പ്രതിരോധം മാത്രമാണ്. അവിടെ ഉണ്ടായിരുന്ന എത്രയോ പെൺകുട്ടികൾ ഇതിന്റെ പേരിൽ ഞങ്ങളടുത്ത് വന്ന് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. എത്ര പേരെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വേണമെങ്കിൽ ഹാജരാക്കാൻ തയ്യാറാണ്. എത്ര പെൺപിള്ളേരോടാണ് അവര് വളരെ മോശമായ രീതിയിൽ പെരുമാറിയിട്ടുള്ളത്? ഇതൊന്നും നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളല്ലല്ലോ. തീർച്ചയായും. അപ്പോ അവിടെ KSUവിന്റെ ഭാഗത്തു നിന്നും MSFന്റെ ഭാഗത്തു നിന്നും പൂർണ്ണമായിട്ടും ഉണ്ടായിട്ടുള്ളത് ഒരു പ്രതിരോധ പ്രവർത്തനം മാത്രമാണ്. അതും ഞങ്ങളുടെ ജീവൻ പോലും അപകടത്തിലാണ് എന്നുള്ള പൂർണ്ണമായ ബോധ്യം KSU നേതാക്കൾക്കും മറ്റ് MSF പ്രവർത്തകർക്കും ഒക്കെ ഉണ്ടായ സാഹചര്യത്തിൽ അവിടെ ചെറിയ രീതിയിലുള്ള പ്രതിരോധം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. അതില്ലാന്ന് പറയുന്നില്ല. ഞങ്ങളുടെ ആൾക്കാർക്കും ഒരുപാട് പേര് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഈ ആംബുലൻസില് പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്നൊരു ആരോപണമുണ്ടല്ലോ. ആംബുലൻസിൽ പ്രതികളെ രക്ഷപ്പെടാൻ എന്തായി പറയുന്നത്? ആംബുലൻസിൽ ഇരുന്ന് ആ വിദ്യാർത്ഥികളിൽ പലരുടെയും കയ്യും കാലിലും ഒക്കെ മുറിവുള്ളതാണ്. മനസ്സിലായി? അപ്പൊ അവര് എല്ലാവരും ഇരുന്നൊരു സെൽഫി എടുത്തു. അതില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഒരു സെൽഫി കണ്ടിരുന്നു. അതിന്റെ പേരിലാണ് ഈ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല. മനസ്സിലായോ? അവിടെ ഉണ്ടായിരുന്ന എന്താണ്, അവിടെ അവരുടെ കൈക്കും കാലിനൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ ഏതൊരാൾക്കും മനസ്സിലാവുന്നതല്ലേ. കസാര എടുത്ത് എത്ര ഏറാണ് KSU പ്രവർത്തകർ എറിഞ്ഞത്. അതിനു മുമ്പ് അവർ എത്ര കല്ലാണ് എറിഞ്ഞത്. ഇതിന്റെ ഭാഗമായിട്ട് അവർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് KSU നമ്മുടെ ആംബുലൻസ് വിളിക്കുകയും അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തത്. അല്ലാതെ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തുന്ന ഒരു പരിപാടിക്ക്
ഞങ്ങൾക്ക് എന്തിനാ ആംബുലൻസ് വിളിക്കാണ്ടിരിക്കേണ്ട ആവശ്യം? ഒരു കാറിൽ കയറി പോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടാണോ? അല്ലല്ലോ. ഞങ്ങൾ കാറിൽ കയറി പോകാൻ ബുദ്ധിമുട്ടായിട്ടല്ല, ആംബുലൻസ് വിളിക്കാൻ അതിനൊരു കാരണം ഉള്ളതുകൊണ്ടാണല്ലേ. ഇത്രയും പരിപാടി നടത്തുന്നിടത്ത് ഒരു കാർ അവിടെ വാടക എടുത്തിടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ? അല്ലല്ലോ. ഞങ്ങൾ വിളിക്കാൻ എന്തുകൊണ്ടാ? അവിടെ ആംബുലൻസിൽ പോകേണ്ട സാഹചര്യം അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആംബുലൻസ് വിളിച്ചത്, വെറുതെ വിളിച്ചതല്ല.